കൈ കാണിച്ച് ഇവിടെ വിരലിടാൻ പറ്റുമോ? അല്ല, എൻ്റെ വിരൽ ഇപ്പുറം കാണിക്കാം. അയ്യോ, കാല് കൊള്ളുന്നല്ലോ. അജന്ത കേവ്സിലെ വിസ്മയ കാഴ്ചകൾ കണ്ട ശേഷം നമ്മൾ എല്ലോറ കേവ്സിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സന്തോഷത്തോടു കൂടി സ്വാഗതം. കാറ് പാർക്ക് ചെയ്തു. അവിടുന്ന് തന്നെ ഒരു ലോക്കൽ ഗൈഡിനെ നമ്മൾ ഹയർ ചെയ്തു. ടിക്കറ്റ് കൊടുത്തു. അങ്ങോട്ട് നോക്ക്. ഓ, ടൈറ്റ് സെക്യൂരിറ്റി ചെക്കാണ് ഇവിടെയുള്ളത്. ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് ഇത്. 3 किलोमीटर का एरिया है, तो उसमें से 1 to 12 बुद्धिस्ट रिलीजन का चाहिए, so 13 से 29 हिंदुइज्म का है. 3 കിലോമീറ്ററിൽ 34 കേവ്സ് ആയിൽ ഹിന്ദു ബുദ്ധ ജൈന മതങ്ങളുടെ ഒരു മിശ്രണം, അതായത് ഒരു സംഗമം നമുക്ക് കാണാൻ. 16 नंबर का यहाँ का मेन हाईलाइट है, मेन अट्रैक्शन है कैलाश टेंपल. കേവ് നമ്പർ 16 കൈലാഷ് ടെമ്പിൾ ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. अजंता का जो केव है वहाँ पे गौतम बुद्ध भगवान जी की बायोग्राफी दिखाई गई है. अजंता का जो केव है वो BC में आता है सर, बिफोर क्राइस्ट में. एलोरा AD में आता है सर. मेरी कब 600 से ही है, ये 500 से सर. ബുദ്ധന്റെ ബയോഗ്രാഫിയാണ് അജന്തയിലത്. BC യിലുള്ളതാണ്. എല്ലോറ കേവ്സ് AD യിലുള്ളതാണ്. जिसका रेंज होता है गुजरात, महाराष्ट्र, कर्नाटक और गोवा में, अब थोड़ा बहुत केरल में. ഇത് മൗണ്ടൻ റേഞ്ചസ് കുറച്ചൊക്കെ നമുക്ക് കേരളത്തിലും കാണാൻ കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. ഓ എൻ്റെ അമ്മേ, എന്തുവാ ഇത്? ഇതൊക്കെയല്ലേ അതിശയം എന്നൊക്കെ പറയുന്നല്ലേ. പ്രാർത്ഥനയ്ക്കായിട്ട് സ്തൂപം ഉള്ള കേസിനെ അവരെ ശൈത്യവിഹാരം എന്നാ പറയുന്നത്. ആനയുടെ വാരിയൽ പോലെ വളഞ്ഞ കൊത്തുപണികളാണ് ഈ കേവിന്റെ മേൽക്കൂര. इसके अंदर जाओ इसके अंदर जाने के बाद अच्छा सर रिब्स है. इसके राइट साइड में एक मंदिर है और लेफ्ट साइड में एक मंदिर है. वो वाला, हाँ, दोनों साइड से 2 मंदिर देखिए. तो राइट साइड वाला जो मंदिर है ना वो है साउथ इंडियन आर्किटेक्चर. लेफ्ट साइड वाला जो मंदिर है वो है नॉर्थ इंडियन आर्किटेक्चर. ആ കേവിന്റെ മെയിൻ എൻട്രൻസിന്റെ 2 സൈഡിലും 2 ജനലുകൾ. അതിലെ വലത്ത് സൈഡിലേക്ക് സൗത്ത് ഇന്ത്യൻ ആർക്കിടെക്ചറും ലെഫ്റ്റ് സൈഡിൽ നോർത്ത് ഇന്ത്യൻ ആർക്കിടെക്ചറും. അപ്പോൾ അതിൻ്റെ ആ ഒരു മേൽക്കൂര, അതിൻ്റെ ആ ഒരു ഇതൊക്കെ നോക്കാനെന്നാണ് ആള് പറയുന്നത്. വ്യത്യാസം കാണാൻ. उधर डेज मतलब हियर में ओनली 2 days. ये देखिए. ओके, ऐसा जाता है 1 मिनट. वो वाली जाली से. हाँ, वो वाली जाली से. अच्छा, वो उत्तरायण दक्षिण. ഈ കേവിനകത്തായിട്ട് സൺലൈറ്റ് കയറാൻ ഒരു വലിയ ഒരു വലുതല്ല ഒരു ഹോളുണ്ട്. അപ്പോൾ അതിൽ ഉത്തരായണം ദക്ഷിണായനം ആ ഒരു സമയത്ത്, അതായത് ഇയർലി 2 പ്രാവശ്യം സൂര്യാസ്തമയ സമയത്ത് ഈ ഹോളിൽ കൂടെ നോക്കുമ്പോൾ ബുദ്ധനെ ഇങ്ങനെ കാണാൻ പറ്റുമെന്നാണ് ആ പിക്ചറാണ് ആൾ നമുക്ക് കാണിച്ചത്. ഇവിടെ കാണുമ്പോൾ ശരിക്കും യോദ്ധ സിനിമയുടെ ഒരു സെറ്റ് പോലെ തോന്നില്ലേ? അതും ആ ബുദ്ധ സന്യാസിമാരുടെ കൂടെ കാണുമ്പോൾ അങ്ങനെ തന്നെ തോന്നും. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ എക്കോസിസ്റ്റം ഭയങ്കരമാണ്. കാര്യം ഇത് പ്രെയർ ഹോളല്ലേ, അപ്പം മൈക്കൊന്നുമില്ലല്ലോ പണ്ടത്തെ കാലത്ത്. അങ്ങനെ ഒരു ഭയങ്കര എക്കോയാ ഇവിടെ. പൊട്ടറുള്ള ഇത് നോക്ക്. ഇവിടെ ഉണ്ട്, ഇവര് പറയുന്നുണ്ട്. അടുത്ത് ഞാൻ നോക്കാമെങ്കിൽ അറിയാമല്ലോ. അന്ന് ആർക്കിടെക്ചർ ഇല്ല, അന്ന് റോക്ക് കട്ടേ ഉള്ളൂ. അന്ന് ഇങ്ങനെ ബിൽഡിംഗ് ആയിട്ടുള്ള ടെമ്പിൾസ് ഇല്ല. മനസ്സിലായോ? ഇതിനകത്ത് അലവ് ചെയ്യത്തില്ലായിരിക്കുമല്ലോ ക്യാമറ. അലൗഡാന്നോ? ആയിരിക്കത്തില്ല. ഏട്ടൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ഇപ്പം നിങ്ങൾക്ക് തോന്നില്ലേ? കാര്യം ബൈ പ്രൊഫഷൻ ഏട്ടൻ ഒരു ആർക്കിടെക്റ്റാണ്. അവർ ഈ സബ്ജക്റ്റൊക്കെ ഇതൊക്കെ പഠിക്കുന്നതാണ്. അതാണ് പറഞ്ഞത് അങ്ങനെ അല്ല ഇങ്ങനെയാണ് എന്ന്. ശരിയാ, എലിഫന്റിന്റെ സ്കെൽട്ടൺ പോലിരിക്കുന്നു പറഞ്ഞത്. ആ അതെ, ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ തോന്നുന്നു. ഈ കാണുന്ന റിബ്ഡ് സീലിംഗ് എന്ന് പറയുന്നത് പഴയ കാലത്തെ ഈ മരനിർമ്മാണ ശൈലി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ്. അതുകൊണ്ട് ഇതിനെ കാർപ്പൻറ്റർ കേവ് എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഏട്ടൻ പറഞ്ഞു തന്നത് ഇതാ ഒരു കേവിനുള്ള സപ്പോർട്ടിങ് സിസ്റ്റമായിട്ടാണ് ഇതിങ്ങനെ ആ ഒരു വാരിയെല്ല് പോലെ ഇതിങ്ങനെ എടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിലെ ഡീറ്റെയിലിംഗ് നോക്കി ആ കാർവ് ചെയ്തെടുത്തിരിക്കുന്നതിൻ്റെ ബ്യൂട്ടി. ഈ കേവിലെ എക്കോസിസ്റ്റം ഭയങ്കര സ്ട്രോങ്. അത് കാരണം അത് ഓരോരുത്തരും ഇതിൽ കയറുമ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. എന്താ
കേസിൽ നമ്മൾ പറഞ്ഞിരുന്നില്ലേ, എല്ലോറയിലെല്ലാം ഇങ്ങനെ കാലിങ്ങനെ താഴ്ത്തിയിട്ടിരിക്കുന്ന ബുദ്ധനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന്. അതാണ് ഇത് നമ്മൾ ആദ്യം നമ്മളെ ആ ഒരു പിക്ചർ കാണിച്ചില്ല. ഈ ഒരു ഹോളിൽ കൂടിയാണ് ആ സൺലൈറ്റ് കയറി വന്നിട്ട് ഇങ്ങനെ ബുദ്ധൻ്റെ ആ തലഭാഗം ഇങ്ങനെ സൺസെറ്റ് സമയത്ത് നമുക്കിങ്ങനെ ഗോൾഡൻ കളറിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അത് നമ്മളെ ആളുടെ ഫോണിൽ നമുക്ക് കാണിച്ചു തന്നിരുന്നല്ലോ. അങ്ങനെ നമ്മളിതാ ആ ഫ്ലോറും കഴിഞ്ഞ് ഒരു 3 ഫ്ലോറിലായിട്ട് കിടക്കുവാണേ. അടുത്ത ഫ്ലോറിൽ നമ്മൾ കയറി പോവുകയാണ്. ഇതിൽ ജോലി ചെയ്യുമ്പോൾ ശ്വാസം മുട്ടത്തില്ലേ, മൂട്ടത്തില്ലേ ഇവർക്കൊക്കെ പാറക്കകത്ത് കയറിയിരുന്ന്? ഓ ഏട്ടാ ഇത് നോക്കേട്ടാ, അയ്യോ കാല് കൊള്ളുന്നല്ലോ പാറ. പക്ഷേ ഒത്തിരി കൈയൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെയൊക്കെ. പഴയ അമ്മേ കാല് പൊള്ളി. തമിഴ്നാട്ടിലെ അമ്പലത്തിലെ പോലല്ലേ ഇതാ നോക്കിയേ. അമ്പലങ്ങളില്ല. ഇതിന് ഇൻഫ്ലുവൻസ് ആയ പിന്നെ നോക്ക് ഇതിന് ഇൻഫ്ലുവൻസ് ആയ പിന്നെ നമ്മുടെ അമ്പലങ്ങളുണ്ടായത് ആദ്യം തടിയില ഉണ്ടാക്കി തുടങ്ങി. അതേ സെയിം ഇത് നമ്മുടെ ഈ പഴയ വീടുകളുടെയൊക്കെ തടിയുടെ കാർവിംഗ് ഇല്ലേ, പഴയ വീടുകളുടെയൊക്കെ അത് തന്നെ. ഈ നോക്ക് ഈ സാധനം ഇതിൽ നിന്നും ഇൻഫ്ലുവൻസ് ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന കൊത്തുപണികളും ഇങ്ങനത്തെ രൂപങ്ങളും എല്ലാം ഉള്ളത്. ഇത് നമുക്ക് നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഇങ്ങനെ മാറി മാറി നമുക്കത് കാണാനും കിട്ടും അവിടെ. തറ അല്ലേ പാറ, പക്ഷെ നല്ല സ്മൂത്താണ് അല്ലേ, ഗ്രാനൈറ്റ് ഒക്കെ പോലെ. ഇവിടെ കേവ്സിൽ സാധാരണ കല്ലല്ല നമ്മൾ കാണുന്നത്, ബസാൾട്ട് സ്റ്റോണാണ്. അതാണ് ഇവിടുത്തെ ശില്പങ്ങൾക്ക് ഇത്ര ഭംഗി. വെൽത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുബേരൻ്റെ കൂടെ എപ്പോഴും കാണുന്നതാണ് പഞ്ചികയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹാരിതയും. പഞ്ചിക എന്ന് പറയുന്നത് ഈ വെൽത്തിനെ സംരക്ഷിക്കുന്ന ആളും, ഹാരിതയുടെ മടിയിൽ ഒരു കുട്ടി ഇരിപ്പുണ്ട്. ഇതിപ്പോൾ നമ്മളെ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുന്നത് സമൃദ്ധി, ഐശ്വര്യം, സന്താന സംരക്ഷണം, ഇത് മൂന്നിനെയാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുന്നത്. കയ്യിൽ വജ്രായുധവുമായി നിൽക്കുന്ന ബുദ്ധൻ്റെ ശക്തിയുടെ സംരക്ഷകൻ വജ്രപാണി, കയ്യിൽ താമരപ്പൂവുമായി നിൽക്കുന്ന പത്മപാണി കരുണയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്തത് ധനുഷപാണി, അമ്പുമില് വേണ്ടി നിൽക്കുന്ന ബുദ്ധൻ്റെ സംരക്ഷകൻ. ചുരുക്കി പറഞ്ഞാൽ ഈ 3 രൂപങ്ങളും ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്, കരുണാശക്തി, സംരക്ഷണം. ഇത് പഴയ കാലത്ത് ഇങ്ങനെ റൂമുകളിൽ നമ്മളിങ്ങനെ ഹാങ്ങറിൽ ഓരോന്നും തൂക്കിയിടത്തില്ലേ, അതിനു വേണ്ടിയുള്ള ഇങ്ങനെ ഹോൾസ് ആണ് എന്തെങ്കിലും തൂക്കിയിടും. 2 കിഴുത്ത് ഇതിലേക്കൂടെ കേട്ടാ കൈ കാണിച്ച് വിരലിടാൻ പറ്റുമോ? അല്ല എൻ്റെ വിരൽ ഇപ്പുറം കാണിക്കാമോ? മഴക്കാലത്ത് ഇവിടെ ഇങ്ങനെ ഒരു വാട്ടർഫോൾസ് പോലെ ഭയങ്കര രസമാണ് കാണാൻ. അത് ആ പാറയുടെ പുറത്തോട്ട് ഇതിൽ കേവ്സിനകത്തോട്ട് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ആളുടെ ഫോണിൽ മഴക്കാലത്ത് ഇങ്ങനെ ആയിരിക്കും എന്ന് കാണിച്ചു തന്നതാണ്. अगस्त ये तो सीमेंट का बनाया है। हाँ ये तो अभी 3 साल पहले बनाया ना 2019 में। हाँ वरना तो इसके ऊपर गिरता रहा होगा पानी। റീസെൻ്റ് ആയിട്ട് ഗവൺമെൻറ് ഇങ്ങനെ സിമെൻറ്റിൽ അവിടെ ഒരു ഇതുണ്ടാക്കിയതാണ്, വെള്ളം ഇങ്ങനെ കേവ്സിലോട്ട് വീഴാതിരിക്കാൻ. ഇത് വെള്ളം ഇങ്ങനെ വീണിട്ടാണ് അവിടെ ഭയങ്കര ഒരു വാട്ടർഫോൾസ് പോലുള്ള ഭംഗി മഴക്കാലം. മൺസൂൺ ടൈമിൽ വെള്ളം ഭയങ്കര രസമായത്. ആ വെള്ളം വീഴുന്നതല്ലേ, ആലോചിച്ചേ. മഴക്കാലത്ത് ഇവിടെ എല്ലാം ഗ്രീനറി. കേവ്സിൻ്റെ ബ്യൂട്ടി ഫുൾ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ മൺസൂൺ ടൈമിൽ പോകണേ. ഇത് ആഹാരം കഴിക്കുന്ന സ്ഥലമല്ലേ, എന്ത് കുഴി പോലൊക്കെ ഉണ്ടല്ലോ, അത് പിന്നുണ്ടായതായിരിക്കും അല്ലേ. ഇതിവിടെ 500 പേർക്ക് ഇരിക്കാൻ പറ്റുമോ? എന്താ പറ്റുമായിരിക്കും അല്ലേ. 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കാം. മുകളിലത്തെ വോള് നോക്കി അതൊക്കെ ഇളകി. ഇതിൽ ഇരുട്ട് ഇതിനകത്തൊക്കെ ടോർച്ചും കൊണ്ട് വരേണ്ടത്. ടോർച്ച് കയ്യിലില്ലാഞ്ഞത് വലിയ കഷ്ടമായിപ്പോയി. ഇതാണ് ആ 500 പേരുടെ ഇരിക്കാൻ പറ്റിയ ഡൈനിങ് ഹാള്. താഴെ നമുക്ക് ഗൈഡ് പറഞ്ഞു തന്നിട്ടോ, ജസ്റ്റ് അവിടെ നിന്നൊന്ന് ഇമാജിൻ ചെയ്തു എന്തായിരിക്കും അന്നത്തെ ആ ഒരു കാലം. ശരിയാ, എല്ലാ കാലം താഴോട്ടായിട്ട് എല്ലാവരുടെയും. ലോക്കൽ ഗൈഡുകൾക്ക് ഈ കേവ്സിനകത്ത് കയറാൻ പറ്റില്ല, കാരണം അദ്ദേഹം നമുക്ക് പുറത്തു നിന്നെല്ലാം പറഞ്ഞു തരുമായിരുന്നു. ഇങ്ങനെ എല്ലാവരുടെയും കയ്യിൽ ടോർച്ചുണ്ടായിരുന്നു. എങ്ങനെയോ എനിക്കത് മിസ്സായിപ്പോയി. സാറിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മിസ് ചെയ്യുന്നതല്ല, അതങ്ങ് വിട്ടുപോയി.
അങ്ങനെ നടന്ന് ഒരു പരുവായി 3 നിലയും വിസിറ്റ് ചെയ്ത് പുറത്ത് വന്നു. ശർക്കര ചായ ഞാൻ കുടിച്ചില്ല കേട്ടോ. ഒരു സിപ്പ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ട് അതിനൊരു പായസത്തിൻ്റെ ടേസ്റ്റ്. ശർക്കര ഇട്ട ചായ. ഇത് 3 കിലോമീറ്ററിലാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഇനി നടക്കാൻ വയ്യാത്തവർക്ക് അതിനുള്ള സംവിധാനവും ഉണ്ട്. उस पिलर के पास आप जाते हो, वहाँ से वो ब्लैक कलर का बोर्ड दिख रहा है ना, वहाँ से राइट लेना. यानी कि पिलर के पास जाने के बाद राइट लेना, आपको इधर स्टेप मिलता है. स्टेप चढ़ने के बाद में आप ऊपर के फ्लोर पे जाते हो. ऊपर के फ्लोर पे जाने के बाद में लेफ्ट साइड लेना, सीधा 3rd फ्लोर. जो देखने लायक चीज़ है वो 3rd फ्लोर पे. पहला राइट है, दूसरा लेफ्ट है. ഇന്നത്തെ കാലത്തെ അല്ലേ സ്കൂളും കോളേജും എന്നൊക്കെ വേണേൽ പറയാം. ഓ എൻ്റെ ദൈവമേ, കാർ ഇങ്ങനെ ചെയ്തെടുക്കുക എന്ന് പറയുന്നതല്ലേ ഇതൊരു പെർഫെക്ഷനാണ്. പക്ഷേ 2 പില്ലർ, ബാക്കി പില്ലറിലേക്ക് ഇത് പോയതാണോ? പ്ലെയിൻ. അതുകൊണ്ട് ഈ 2 പില്ലറിലേ ഉള്ളൂ. ഏറ്റവും മുകളിലത് മെഡിറ്റേഷൻ സെൻറ്റർ, താഴെയുള്ളവരും താമസിക്കാൻ മുകളിൽ പോയി പഠിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനുള്ള സ്ഥലം. ഇപ്പോഴത്തെ മോഡേൺ ബോഡി ഫെസിലിറ്റി. അവിടെ സ്റ്റെപ്സ് ഇല്ലല്ലോ, ഉണ്ടോ? അയ്യോ ഇത് ഇരുട്ടല്ലേ? ആ കൊള്ളാമല്ലോ എൻ്റെ അമ്മ. ഇത് കേട്ടാ എന്തൊരു ഇരുട്ട്, ഓടിപ്പാറേ. ആഹാ കൊള്ളാമല്ലോ. ഇതെന്ത്? ആഹാ എന്തുകൊണ്ടാ ഇത്? सब जगह वही है. यहाँ पे पद्मासना में है. അയ്യോ यहाँ पे मेडिटेशन की पोस्ट है. ഇത് മെഡിറ്റേഷൻ ചെയ്യുന്ന സ്ഥലമാ? ഓ കണ്ടിട്ട് ബോഡി വരുന്നു. ഇരുട്ട് ഒരു ടോർച്ച് അത്യാവശ്യമായിരുന്നു. ഓ ഒരു പരുവമായി. ഇത് എന്തൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? ഇതെന്താ എഴുതിയിരിക്കുന്നു കണ്ടോ? ആണോ? പെട്ടോ? हाँ पुराना लेकिन ये എത്രാമത്തെ ഫ്ലോറാ? 3rd ഫ്ലോറോ? ഇതൊക്കെ പിന്നെ വിള്ളൽ വീണതായിരിക്കില്ലേ നിലത്ത്? ഇതെല്ലാം അവിടെ തന്നെ. ഓ ഒരുപാട് സ്ഥലമുണ്ട്. ഓ ഇത് ഒത്തിരി ഉണ്ട്. വലിയ അസംബ്ലി ഏരിയ പോലെ അല്ലേ? വരിയായിട്ട് 1 2 3 4 5 ലൈനായിട്ടാ. ഓ ദേ ഒത്തിരി ആൾക്കാരിരിക്കുന്നു. ഇതെല്ലാം ഒരേ പോസല്ലേ? ആണോ? ഇതുണ്ടോ? ഇതിൻ്റെ ഇത് കണ്ടോ? കൈ കെട്ടി നിൽക്കുന്നു. വേറെ ഇതും കൈ കെട്ടി നിൽക്കുവാ. പക്ഷെ കൈയുടെ വേറെ, പക്ഷെ കൈയുടെ ആ ഒരു പോർഷൻ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഒത്തിരി ഇതെല്ലാം കൈയും ഒക്കെ പോയിട്ടുണ്ട്. ഉണ്ട് വാലി ചെല്ലുമ്പോൾ. അല്ലാട്ടോ ഇതും മുദ്രകൾക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷെ അത് എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. എന്ത് ഭാഷയാ? ഹിന്ദി അല്ല, ಬ್ರಹ್ಮನಾಗರಿ ಸ್ಕ್ರಿಪ್ಟ್ ಅಂತ. ഇതെന്തോ വലിയ കുഴി. കേവ് നമ്പർ 1 to 12 ബുദ്ധമതത്തെയാണ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ ഇത്രയും സമയം ആ ഒരു കാഴ്ചകളാണ് കണ്ടിരുന്നത്. ഇനി കേവ് നമ്പർ 13 to 29 ഇത് ഹിന്ദു മതത്തെയാണ് കാണുന്നത്. ഇതാ നോക്കിയ മഹിഷാസുര മർദിനി എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ അത് കൊത്തിയെടുത്തിരിക്കുന്ന കാണാൻ. അതുപോലെ ഹിന്ദുമതവുമായിട്ട് റിലേറ്റഡ് ഒരുപാട് സ്റ്റോറീസും അങ്ങനത്തെ എല്ലാം നമുക്കിവിടെ കാണാൻ കിട്ടും. കൂടുതലും നന്ദിയെ കണ്ടോ? നന്ദിക്ക് ചുറ്റും ഭൂതഗണങ്ങൾ, ഇങ്ങനെ ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള ആ ഒരിത്. പിന്നെ ഏറ്റവും ഇതെന്ന് പറയുന്നത് രൗദ്രഭാവത്തിലുള്ള മഹാദേവൻ. അത് കണ്ടിട്ട് പേടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു പാർവതിയുടെ രൂപത സൈഡിലായിട്ട്. ഭയങ്കര രസം. ഇതൊക്കെ നമുക്കിതൊക്കെ ഇതിൽ ക്യാമറയിൽ കൂടെ ഒക്കെ കാണിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. നേരിൽ കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഒരു ഭംഗി. നമുക്ക് എത്ര കണ്ടാലും നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലേ ഇങ്ങനെ അജന്ത എല്ലോറ ഇല്ലേ ശില്പങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ വായിച്ചിട്ടും പാട്ടുകളിലും ഒക്കെ ഇല്ലേ. സത്യമായിട്ടോ അക്ഷരാർത്ഥത്തിൽ കറക്റ്റാണ്. ഇതിൽ ഏറ്റവും എനിക്ക് ഭയങ്കര രസം തോന്നുന്നതെന്ന് പറയുന്നത് മഹാവിഷ്ണു വരാഹ രൂപത്തിൽ ഭൂമി ദേവിയെ അസുരനിൽ നിന്ന് രക്ഷിച്ച് കൈകളിൽ ഉയർത്തിയെടുക്കുന്നത്. എന്താ ഒരു ഭംഗി അത് കാണാനെന്ന് അറിയാവോ? ഇവിടെ ഒരു മെസ്സേജ് കൂടെ കൊടുക്കുന്നുണ്ട്. ധർമ്മത്തിൻ്റെ വിജയം, ലോകത്തിൻ്റെ പുനഃസ്ഥാപനം, അങ്ങനെ ഒരു മെസ്സേജ് കൂടെ ഉണ്ട്. അങ്ങനെ ഹിന്ദു മതത്തിൻ്റെ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കിട്ടുന്നുണ്ട്. അടുത്തത് കേവ് നമ്പർ 13 to 34 ജൈന മതമാണ്.
അവിടെ വരെ പോകാനുള്ള എനർജിയും കൂടെ, ബസ് സർവീസൊക്കെ ഉണ്ട്, ഇങ്ങനെ ഗവൺമെൻറ് വെഹിക്കിളുണ്ട്, പോകാനുള്ള എനർജി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോയില്ല. പിന്നെ നമുക്ക് മസ്റ്റായിട്ട് കാണേണ്ടതെന്ന് പറയുന്നത് കൈലാഷ് ടെമ്പിളാണ്, കേവ് നമ്പർ 16. അത് വെയിറ്റിംഗ് കാണാതെ പോലെ ഒയ്യോ, പാറ മുകളിൽ നിന്ന് താഴോട്ട് കൊത്തിയെടുത്ത ലോക വിസ്മയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആ കാഴ്ചകൾക്കായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അങ്ങനെ നമ്മുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു.